SDPI വടകരയിൽ സംഘടിപ്പിച്ച വഖഫ് മദ്രസ സംരക്ഷണ സമിതി സെമിനാറിൽ മുസ്ലിം ലീഗ് നേതാവ് പങ്കെടുത്തത് വിവാദമാകുന്നു. വടകര മണ്ഡലം പ്രസിഡന്റ് MC ഇബ്രാഹിമാണ് സെമിനാറിൽ പങ്കെടുത്തത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ ലീഗ് പ്രവർത്തകർ പ്രതിഷേധം ഉയർത്തുകയാണ്. ആഷിഖ് റഹ്മാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആഷിഖ്, ഈ SDPIയും ലീഗും തമ്മിൽ അങ്ങനെ ഒരു സഹകരണം ഉള്ളതല്ല. ഇപ്പോൾ പരസ്യമായി ഒരു വേദിയിൽ പങ്കെടുത്തിരിക്കുന്നു. SDPIയുടെ വേദിയിൽ ലീഗ് നേതാവ് പങ്കെടുത്തിരിക്കുന്നു. എങ്ങനെയാണ് ഇതിനെ ലീഗ് പ്രവർത്തകർ കാണുന്നത്? ഹസൻ, വലിയ വിമർശനമാണ് ലീഗ് പ്രവർത്തകരുടെ ഇടയിൽ നിന്നും ഈ ഒരു സ്റ്റേജിലൂടെ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് CPM അടക്കം വലിയ വിമർശനമാണ് ഈ ഒരു SDPI ലീഗ് ബന്ധത്തിനെതിരെ പല പങ്കിട്ടും ഉയർത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം SDPIയുടെ ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ട് വാങ്ങിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസ് വിജയിക്കുന്ന ഒരു ആക്ഷേപം ഉയർത്തിയിരുന്നു. ആ ഒരു ആക്ഷേപത്തെ ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഒരു ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഇത്തരത്തിലൊരു SDPIയുടെ പരിപാടിയിൽ പങ്കെടുത്തത്. ഇന്നലെയായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. അതിൽ വെൽഫെയർ പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തിരുന്നു. ഈ വഖഫുമായി ബന്ധപ്പെട്ട് മദ്രസ ബില്ലുമായി ബന്ധപ്പെട്ടെല്ലാം ഉള്ള വിഷയങ്ങളായിരുന്നു ആ ഒരു സെമിനാറിൽ ഉണ്ടായിരുന്നത്. ആ സെമിനാറിൽ പങ്കെടുക്കാനാണ് ഈ വടകര മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള MC ഇബ്രാഹിം പങ്കെടുത്തത്. അദ്ദേഹം ഒരു ചരിത്രകാരൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വഖഫ് ബില്ലുമായും ഒക്കെ ഉള്ള ബന്ധപ്പെട്ട ചരിത്രങ്ങളാണ് കൂടുതലായി സംസാരിച്ചത്. അത്തരത്തിലൊരു പരിപാടിയിൽ ലീഗ് നേതാവ്, അതായത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി അംഗം കൂടിയാണ് ഈ MC ഇബ്രാഹിം എന്ന് പറയുന്നത്. അദ്ദേഹം പങ്കെടുത്തപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു ബന്ധം, അതായത് SDPIയും ലീഗും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് നേതാക്കൾ പറയുന്ന സമയത്ത് അതിനെ ഊട്ടിയുറയ്ക്കുന്ന രീതിയിൽ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിനെതിരെ വലിയ വിമർശനമാണ് സാമൂഹ്യ മാധ്യമങ്ങളടക്കം ലീഗിന്റെ അണികൾ ഉന്നയിക്കുന്നത്. എന്തായാലും ഇതിലൊരു വിശദീകരണം മിക്കവാറും വേണ്ടിവരും. പ്രത്യേകിച്ച് ഒരു മുന്നണിയായിട്ടല്ല നിലവിൽ SDPIയും ലീഗൊന്നും മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ SDPIയുടെ വോട്ട് വാങ്ങിയാണ് ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ സ്ഥാനാർത്ഥികളടക്കം ജയിക്കുന്നത് ആക്ഷേപം CPM പല ഘട്ടങ്ങളിലായി ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തെങ്കിലും വിശദീകരണം ചോദിക്കുമെന്ന് വ്യക്തമല്ല. കാരണം SDPIയുടെ വോട്ട് കിട്ടിയിട്ടില്ല എന്നൊരിക്കലും UDF നേതാക്കളടക്കം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ വിവാദത്തിന് തുടക്കം കുറിക്കുകയാണ്. പ്രത്യേകിച്ച് CPMന്റെ വാദം ശരിവെക്കുന്ന രീതിയിൽ ഒരു ലീഗിന് CPMന് ഒരു ആയുധം നൽകുന്ന ഒരു വേദിയാണ് ഇന്ന് വടകരയിൽ സംഭവിച്ചിട്ടുള്ളത്. ഹർഷൻ, ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.